നമസ്കാരം. സുപ്രീം കോടതി ഇന്ന് വളരെ അപൂർവമായ ഒരു രംഗത്തിന് സാക്ഷ്യം വഹിച്ചു. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി സ്വന്തം കേസ് വാദിക്കാൻ നേരിട്ട് വക്കീലായി എത്തുന്ന അപൂർവ കാഴ്ചയായിരുന്നു അത്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും വക്കീലിൻ്റെ ഗൗണണിഞ്ഞുകൊണ്ട് ഇന്ന് സുപ്രീം കോടതിയിലെത്തിയത്. SIR-മായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ഒരു ഹർജിയിലാണ് മമതാ ബാനർജി ഇന്ന് നേരിട്ട് ഹാജരായത്. മമത സമർപ്പിച്ച പെറ്റീഷൻ ഇൻ പേഴ്സൺ പ്രകാരമുള്ള ഹർജിയിലായിരുന്നു ഇന്ന് മമത കോടതിയിൽ ഹാജരായത്. അഭിഭാഷക വേഷമണിഞ്ഞുകൊണ്ട് തന്നെയാണ് മമത കോടതിയിലെത്തിയത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കാം സ്വന്തം കേസ് വാദിക്കാനായി ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ എത്തുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചിരുന്നത്. തനിക്ക് 10 മിനിറ്റ് സമയം വേണം എന്നാണ് മമതാ ബാനർജി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. കോടതിയാകട്ടെ അവർക്ക് 15 മിനിറ്റ് സമയം അനുവദിക്കുകയും ചെയ്തു. കോടതിക്ക് മുന്നിലെത്തിയ മമതാ ബാനർജി തൻ്റെ വാദമുഖങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പല കാര്യങ്ങളും പച്ചക്കള്ളമാണ് എന്നവർ തുറന്നു പറഞ്ഞു. SIR-മായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും പശ്ചിമ ബംഗാൾ സർക്കാർ സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഇതിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ ഒരുപാട് പരാതികളാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അവയെല്ലാം തന്നെ പച്ചക്കള്ളമാണ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമ ബംഗാളിനെ പ്രത്യേക നോട്ടമിട്ടിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് മമതാ ബാനർജി തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. മമതാ ബാനർജി നേരത്തെ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരെ അവർ നേരിട്ടെത്തി സ്വന്തം വാദമുഖങ്ങൾ നിരത്തുകയാണ്. നമ്മുടെ രാജ്യത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികച്ചൊരു മാതൃകയാണ് മമതാ ബാനർജി ഇന്ന് ചെയ്ത നടപടി. സ്വന്തം സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ അത് ആരുമായിട്ടുള്ളതാണെങ്കിൽ പോലും സ്വയം ബാധിക്കാൻ കഴിവുള്ള ഒരു അഭിഭാഷക കൂടിയായ ഒരു മുഖ്യമന്ത്രിക്ക് അത് സാധിച്ചു എന്നുള്ളത് മറ്റുള്ള എല്ലാ മുഖ്യമന്ത്രിമാർക്കും നാളെ മുതൽ ഇത് പ്രായോഗികമാക്കാവുന്നുള്ളൊരു കാര്യം കൂടിയാണ്. നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ നേതാക്കളും അഭിഭാഷകരാണ്. ഇതിൽ കുറേ പേരെങ്കിലും അഭിഭാഷകരായി ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ മറ്റു ചിലരാണെങ്കിൽ അഭിഭാഷക ബിരുദമെടുത്തതിന് ശേഷം പിന്നീട് അധികം പ്രാക്ടീസ് ചെയ്യാത്തവരുമായിരിക്കും. അതിന് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കൽക്കട്ടയിലെ പ്രശസ്തമായ ലോ കോളേജിൽ നിന്ന് നിയമബിരുദമെടുത്ത അവർ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ വാദമുഖങ്ങൾ കൃത്യമായി കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും കോടതി മമതയുടെ വാദങ്ങൾ വിശദമായി കേട്ടതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് ഈ കേസിലെ വിശദമായ വാദം നടക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈ 24-നും ഒക്ടോബർ 27-നും ഇടയിൽ SIR-മായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച എല്ലാ ഉത്തരവുകളും റദ്ദാക്കണം എന്നുള്ളതാണ് മമതയുടെ ആവശ്യം. രാവിലെ കൃത്യം 10:15 തന്നെ മമതാ ബാനർജി സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. മമതയുടെ സന്ദർശനം പ്രമാണിച്ച് സുപ്രീം കോടതി പരിസരങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ അഭിഭാഷകരുമൊത്താണ് അവർ സുപ്രീം കോടതിയിലെത്തിയത്. എങ്കിലും സ്വന്തം വാദമുഖങ്ങൾ കൃത്യമായി പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ബെഞ്ചാണ് മമതയുടെ ഈ വാദമുഖങ്ങൾ ഇന്ന് കേട്ടത്. മമത ഇന്ന് കോടതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹർജി തൻ്റെ പാർട്ടിക്ക് വേണ്ടിയല്ല താൻ സമർപ്പിച്ചത് അല്ലെങ്കിൽ വാദിക്കുന്നത് എന്നാണ്. ഇത് ബംഗാളിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ്. പശ്ചിമ ബംഗാളിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചാണ് താൻ എത്തിയിരിക്കുന്നത് എന്നും മമത പറഞ്ഞു. ഏതായാലും മമതയുടെ കോടതിയിലേക്കുള്ള ഈ മാസ് എൻട്രി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ന് കൊടുത്തത്. കാരണം ആദ്യമായിട്ടാണ് സംസ്ഥാന മുഖ്യമന്ത്രി വക്കീൽ കോട്ടണിഞ്ഞ് സ്വയം കേസ് വാദിക്കാനായി സുപ്രീം കോടതിയിൽ എത്തുന്നത്.